ഒരു ദിവസം മുല്ല നസറുദ്ദീൻ തൻ്റെ വീടിൻ്റെ വരാന്തയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്തിനിങ്ങനെ ഉത്കണ്ഠയോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു? മുല്ല നസറുദ്ദീൻ മറുപടി പറഞ്ഞു, ഞാൻ നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിമിൽ നിന്നും 10,000 രൂപ കടം വാങ്ങിയിരുന്നു. ഇന്ന് വൈകുന്നേരം അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. ഭാര്യ ശാന്തമായി അയാളോട് പറഞ്ഞു, അതിലിപ്പോൾ എന്താണ് പ്രശ്നം? ഇബ്രാഹിം നല്ല മനസ്സുള്ള ആളല്ലേ. നിങ്ങൾ പോയി ഇന്ന് തരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിനത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഭാര്യയുടെ വാക്കുകേട്ട് നസറുദ്ദീൻ ഇബ്രാഹിമിൻ്റെ വീട്ടിലേക്ക് പോയി. അവനോട് അവസ്ഥ വിശദമായി പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തായി? നസറുദ്ദീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എല്ലാം ശാന്തമായി കേട്ടു. ഇപ്പോൾ ഇബ്രാഹിം തൻ്റെ വീടിൻ്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നുണ്ട്. ഉത്കണ്ഠയും ചിന്തയും പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഭാരം കുറയും. പക്ഷേ അത് മറ്റൊരാളുടെ ചുമലിലേക്ക് മാറാം. അതുകൊണ്ട് കടമെടുക്കുമ്പോൾ വിവേകത്തോടെ ആലോചിക്കണം. ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. വരൂ, ഋഷിദിനോടൊപ്പം നമുക്കും യാത്ര പോകാം.